CPIM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകും. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ പുതുക്കിയ പട്ടിക പരിശോധിക്കും. പട്ടികയ്ക്ക് അംഗീകാരം നൽകുക മറ്റന്നാൾ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. തുടർന്ന് സ്ഥാനാർത്ഥി പട്ടിക അതാത് ജില്ലാ കമ്മിറ്റികളിൽ അവതരിപ്പിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഞായറാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടത്തും. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ LDF യോഗം വെള്ളിയാഴ്ച ചേരും. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ്, വരാനിരിക്കുന്ന ദിവസങ്ങൾ ഓരോന്നും നിർണായകമാണ് CPIMനെ സംബന്ധിച്ച് എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ എന്തായാലും ഈ ഒരു പട്ടികയ്ക്ക് അന്തിമ രൂപമാകും എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും മട്ടന്നൂര്, പേരാവൂര്, തലശ്ശേരി അടക്കമുള്ള പല സ്ഥലങ്ങളിലും പല ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അന്തിമ രൂപമാകുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന്റെ ഒരു ശരിയായ ചിത്രം എപ്പോഴാകും തെളിയുക? സ്വാതി, CPM ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട അവരുടെ മുന്നൊരുക്കങ്ങളിൽ ഒരു പടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. നാളെ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. CPIMന്റെ AK സെന്ററിൽ ചേരുന്ന ഈ യോഗത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം, അന്തിമമായ ഒരു രൂപം തന്നെ CPM കൈക്കൊള്ളും. അതിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നേരത്തെ തന്നെ നൽകിയിരുന്നു, പട്ടികയുണ്ടായിരുന്നു. ആ പട്ടിക സംസ്ഥാന സെക്രട്ടറി പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നീട് വീണ്ടും ചില കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി ജില്ലാ സെക്രട്ടറികളോട് വീണ്ടും ചേരാൻ ആവശ്യപ്പെട്ടു. അത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, കണ്ണൂരടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ വീണ്ടും ചേർന്നു. അവർ വീണ്ടും ഒരു പട്ടിക നൽകി. ആ ക്രോഡീകരിച്ച പട്ടികയാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 85 അംഗ സ്ഥാനാർത്ഥികളുടെ പട്ടിക CPIM തയ്യാറാക്കും. ഇത് അടുത്ത ദിവസം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ട്. അത് മറ്റന്നാളാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ പറയുന്ന പേരുകൾ, ഈ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അവിടെ അവതരിപ്പിക്കും, അവിടെ റിപ്പോർട്ട് ചെയ്യും. അതോടുകൂടി സംസ്ഥാന കമ്മിറ്റി യോഗം അതിന് അംഗീകാരം നൽകുന്നതോടുകൂടി തന്നെ പിന്നീട് അടുത്ത നടപടിയിലേക്ക് കിടക്കുന്നത് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിക്കുകയാണ്. 6-ാം തീയതി മുതൽ ജില്ലാ കമ്മിറ്റികൾ യോഗം ചേരും. ആ ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യും. സ്ഥാനാർത്ഥി പട്ടിക, അതാത് ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടിക അതാത് ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അതോടൊപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയുന്നത് 8-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വീണ്ടും യോഗം ചേരും. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന സെക്രട്ടറി യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാകും. അത് ഞായറാഴ്ച യോഗം കഴിഞ്ഞ ഉടൻ തന്നെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഇക്കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരാൻ ഉള്ളൂ. അത്തരത്തിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. LDFന്റെ കാര്യത്തിൽ LDF ഉഭയകക്ഷി ചർച്ചകൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർണ്ണമായും പൂർത്തീകരിക്കും. വരുന്ന വെള്ളിയാഴ്ച LDF യോഗം ചേരുകയും ചെയ്യും. സ്വാതി. മഹേഷ്, ഇതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാം മുൻപ് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം UDF ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അടക്കം ഒരു മേൽക്കൈ നേടാൻ, കളം പിടിക്കാനുള്ള ഒരു അവസരം, അതൊരു അവസരമാക്കി എടുത്തു. അത് UDFന് വലിയ തരത്തിൽ ഗുണകരമാകുകയും ചെയ്തു. പുതുകിയ യാത്രയ്ക്ക് ശേഷം UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വരും എന്നുള്ള കാര്യമാണ് UDFന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒരു മുഴം മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കളം നിറയുക എന്നത് തന്നെയല്ലേ LDFന്റെ ലക്ഷ്യം? ഉറപ്പായിട്ടും സ്വാതി പറഞ്ഞ പോലെ തന്നെ പുതിയ യാത്ര ഒരു വശത്തുകൂടി പുരോഗമിക്കുന്നു. പുതിയ യാത്രയ്ക്ക് മുൻപായിട്ട് തന്നെ VD സതീശനും മറ്റുള്ളവരും പറഞ്ഞിരുന്നത് അവരുടെ ഒരു 50 അംഗ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു. പിന്നീട് അവർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ MLA-മാർ, സിറ്റിംഗ് MLA-മാരിൽ തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ പാലക്കാട് ഒഴികെയുള്ള സീറ്റുകളിൽ ആ MLA-മാർ മത്സരിക്കുമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടായെന്നല്ലാതെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് വൈകില്ല എന്ന് ഇന്നും VD സതീശൻ പറയുകയുണ്ടായി. ഇങ്ങനെ പുതിയ യാത്രയും മറ്റു തരത്തിലുള്ള ക്യാമ്പയിനുകളുമായിട്ട് UDF മുന്നേറി വരുമ്പോൾ തന്നെയാണ് LDF പ്രതിരോധം തീർക്കാൻ ഒരുപടി മുന്നിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ പേരാവൂരിൽ മത്സരിക്കുന്നു. KK ശൈലജ പേര് വരുന്നു. KK ശൈലജയെ മറ്റൊന്നിൽ നിന്ന് മാറ്റി നിർത്തി അവരെ ഒതുക്കിയ നേരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ CPMന്റെ ഭാഗത്തുണ്ടാവുന്ന ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേരാവൂരിൽ കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് ജയിച്ചത് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്. 3500-ന് താഴെയുള്ള ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചത്. സണ്ണി ജോസഫ് 3 തവണ വിജയിച്ച മണ്ഡലമാണ് പേരാവൂർ. അപ്പോൾ കഴിഞ്ഞ തവണ KV സക്കീർ ഹുസൈനോട് 3500-ഓളം
വോട്ടുകൾക്ക് മാത്രം വിജയിച്ച 500 വോട്ട് മേൽഭൂരിപക്ഷം മാത്രം കേടി വിജയിച്ച സണ്ണി ജോസഫിനെ മുട്ടുകുത്തിക്കാൻ ഇത്തവണ കെ ശൈലജയ്ക്ക് ആകുമെന്ന ആത്മവിശ്വാസം CPM-നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേരാവൂരിലേക്ക് ഷൈല ടീച്ചറിനെ മാറ്റിയത് എന്നാണ് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എന്തായാലും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം ധാരണയായി കഴിഞ്ഞിരുന്നു. അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. ജില്ലാ സെക്രട്ടറികൾ നൽകിയ പട്ടികയിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരും. ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കടന്നു വരും. 85 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത്. അത് വളരെയധികം ശ്രദ്ധേയമായതാണ്. അതിൽ 63 സീറ്റുകൾ CPM ജയിച്ചു. 6 പേർ CPM സ്വതന്ത്രരായിരുന്നു. അങ്ങനെ 63 പേരെ അന്ന് വിജയിപ്പിച്ചെടുക്കാൻ CPM-ന് കഴിയുകയും ചെയ്തു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത്തരത്തിലേക്കുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ തന്നെയും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത് ചില സ്വതന്ത്രർ കൂടി ഉണ്ടാവും. ആ സ്വതന്ത്ര കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ യോഗങ്ങളിലായിരിക്കും തീരുമാനം ആവുക. സ്വാതി. മഹേശ്വരൻ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും ഉടുമ്പൻചോലയിൽ MM മണി അടക്കം ചില സ്വാരസ്യമൊക്കെ പ്രകടിപ്പിച്ചു. തന്നെ മാറ്റി നിർത്തിയതിൽ നിരാശയുണ്ട് എന്ന് ഒരു പരോക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തി. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് M 13 സീറ്റുകളുടെ ആവശ്യമാണ് ഉയർത്തിയത്. 12 സീറ്റുകളാണ് കേരള കോൺഗ്രസ് M-ന് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ LDF യോഗത്തിൽ അടക്കം അത്തരത്തിലുള്ള തീരുമാനം. അത്തരം ചെറിയ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ആയിരിക്കില്ലേ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുക? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സമവായത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? അതിനാൽ സമവായ നീക്കങ്ങളിലൊക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പരാതികൾ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറി യോഗം വിളിച്ചു ചേർക്കുകയും അവിടെ കാര്യം വിശദമായി പരിശോധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യത തന്നെയാണ് പ്രധാനമായിട്ടും പരിഗണിച്ചത്. വിജയസാധ്യത ഉള്ള സ്ഥലങ്ങൾ ഉറപ്പായിട്ടും CPM-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സീറ്റ്, മട്ടന്നൂർ പോലെയുള്ള സീറ്റുകൾ, തലശ്ശേരി പോലെയുള്ള സീറ്റുകൾ, അത്തരം സീറ്റുകളിൽ 2 ടേം നിബന്ധന കർശനം നടപ്പിലാക്കാൻ CPM തീരുമാനിച്ചു. മറ്റ് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ MLA-മാർക്ക് തന്നെയാണ് വിജയസാധ്യതയെങ്കിൽ അവരെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ കാര്യം താഴെ ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലാ സെക്രട്ടറികൾക്ക് ആ വിവരം കൈമാറുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 10 MLA-മാരും വീണ്ടും മത്സരിക്കാനുള്ള അവരുടെ പട്ടികയിലേക്ക് വരുന്നത്. അതിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ V. ജോയുടെ പേര് കൂടി ഉൾപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ V. ജോയുടെ കാര്യം പുനഃപരിശോധിക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തെങ്കിൽ പോലും പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വിജയസാധ്യതയുള്ളവരെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് V. ജോയ് തന്നെ സ്ഥാനാർത്ഥിയും റഹീമിനെ ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ 140 നിയമസഭാ സീറ്റുകളിൽ 85 സീറ്റുകളിലാണ് CPM മത്സരിച്ചത്. അത് 76 പേർ പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു, 9 പേർ സ്വതന്ത്രരായിരുന്നു. ഇത്ര സ്വതന്ത്ര എണ്ണം എത്ര ഉണ്ടാകുമെന്നുള്ളത് കണക്കിലെടുക്കേണ്ട അത്തരത്തിലേക്കുള്ള കാര്യങ്ങളുടെ തീരുമാനമുണ്ടാകും. എന്തായാലും അന്തിമ തീരുമാനത്തിലേക്ക് CPM എത്തുകയാണ്. നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അന്തിമ രൂപം നൽകും. അത് സംസ്ഥാന കമ്മിറ്റി യോഗം ശരിവെക്കുന്നതോടെ അംഗീകരിക്കുന്നതോട് കൂടി അതിന്റെ കാര്യങ്ങൾ പിന്നെ ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും യോഗം ചേരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്തേണ്ട അല്ലെങ്കിൽ മാറ്റി വരുത്തേണ്ട കാര്യങ്ങൾ അതുകൂടി ചേർത്തുള്ള അവസാനമായ പട്ടിക, അന്തിമമായ പട്ടിക ഞായറാഴ്ചയ്ക്കുള്ളിൽ CPM പ്രഖ്യാപിക്കും. സ്വാതി. ശരി മഹേശ്വരൻ, ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ് മഹേശ്വരൻ നൽകിയത്. CPIM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകുമെന്നുള്ളതാണ്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ പുതുക്കിയ പട്ടിക പരിശോധിക്കുകയും ചെയ്യും. എത്രയും വേഗം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇത് ഔദ്യോഗികമായി തന്നെയുള്ള പ്രഖ്യാപനത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ കടക്കും എന്നുള്ളതാണ് ന്യൂസ് മലയാളത്തിലൂടെ ഈ ഒരു വാർത്ത നമുക്ക് എത്തിച്ചിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ്.